കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരുമ്പ് ഷീറ്റിന്റെ ഭാഗം അടർന്നു വീണു. കഴിഞ്ഞ മെയ്യിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ച ഷീറ്റിന്റെ ഭാഗമാണ് വീണത്. ഒരു ചുമട്ടുതൊഴിലാളിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടും ഉണ്ടായിട്ടുണ്ട്. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്വാഭാവികമായും കുറേയധികം ആളുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എത്ര ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? മഴയത്ത് വീണതാണോ? ശക്തമായ കാറ്റും മഴയുമാണ് പെയ്തത്. ഇതിനിടയിലാണ് വലിയ ഇരുമ്പ് ഷീറ്റ്, അതുപോലെ ഇരുമ്പിൻ്റെ വലിയ കമ്പികളൊക്കെ തന്നെയും താഴ്ഭാഗത്തേക്ക് പതിച്ചിട്ടുള്ളത്. ഒരു ചുമട്ടുതൊഴിലാളിക്ക് നിസ്സാരമായി മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നത് വളരെ ആശ്വാസം. എപ്പോഴും തിരക്കുണ്ടാകുന്ന സമയമാണ്. ഈ അപകടം ഉണ്ടാകുമ്പോൾ അത്രയും അധികം ആളുകൾ താഴെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. എന്നോടൊപ്പം ഒരു ചുമട്ടുതൊഴിലാളി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് തട്ടിയിരുന്ന് അങ്ങനെ കാര്യമായി പരിക്കില്ല എന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാനിവിടെ നിന്നിട്ട് വേറെ വണ്ടി ബാക്ക് വിളിക്കുകയായിരുന്നു. അപ്പോഴത് ഒന്നായിട്ട് വീഴുന്നത്. ഒരാൾ ഇതിൻ്റെ അടിയിൽ പെട്ടായിരുന്നു. ആ ബൈക്കുകളുള്ളത് കാരണം അയാൾ ഇരുന്നു പോയി. അതുകൊണ്ട് അയാൾ മേലേക്ക് ഓവർ വെയിറ്റ് വന്നിട്ടില്ല. ഇതെൻ്റെ തലയിലടിച്ച് അതിൻ്റെ ഒരറ്റം വേറെ വണ്ടിമേൽ മുട്ടിയത് കൊണ്ട് ഓവർ വെയിറ്റിൽ അടിക്കാതെ ഇപ്പോൾ ചെറിയൊരു മുഴപ്പേ തോന്നുന്നുള്ളൂ. കൂടുതൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ചെറിയൊരു മുഴപ്പപ്പെട്ടു എന്ന് പറയാം. അതൊന്ന് നോക്കുക, ഈ ഇരുമ്പിൻ്റെ ഈ കമ്പിയുടെയൊക്കെ അവസ്ഥ ഒന്ന് നോക്കുക. ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് വന്ന് ഇടിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കണമെന്ന് പലതവണ ഇവിടെയുള്ള വ്യാപാരികളൊക്കെ ആവശ്യപ്പെട്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു പാളി താഴ്ഭാഗത്തേക്ക് വീഴുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഇത് നീക്കം ചെയ്യുന്നതിനുള്ള കാര്യമായ ഇടപെടൽ നടപടികൾ ഉണ്ടായില്ല എന്നതാണ്. വ്യാപാരികൾ നമ്മോടൊപ്പം കൂടി ചേരുന്നുണ്ട്. നിങ്ങളുടെ കൺമുൻപിൽ വലിയൊരു അപകടം അല്ല ഒഴിവായി. ഞങ്ങൾ 5 തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷനെ സമീപിച്ചതാണ്. കോർപ്പറേഷൻ ലാസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ അസോസിയേഷനോട് ഇടപെട്ടിട്ട് അത് പൊളിച്ചു മാറ്റാൻ സ്ക്രാപ്പായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റാൻ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യിപ്പിച്ചോളം പറഞ്ഞു. അത് ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തി സ്റ്റാഫിൻ്റെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത് കൊടുപ്പിക്കാമെന്ന് നോക്കുമ്പോഴും ഓരോ ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ അടുത്ത് ഓരോ ബ്ലോക്ക് പറഞ്ഞിട്ട് ഇത് ബ്ലോക്ക് നിർത്തിവെപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇത് ഓരോ മഴ പെയ്യുമ്പോഴും ഈ സാധനം ഇവിടെ ഇങ്ങനെ വീണിട്ട് ആൾക്കാരെ പരിക്ക് പറ്റാതെ 4 തവണ വീണു. ഇത് 4ാമത്തെ തവണയാണിത്. അപ്പോഴൊക്കെ നമ്മളെന്താക്കിയിരിക്കുന്നത് മുൻപ് പത്രക്കാർ മറ്റു പലവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണിത്. എന്നിട്ടൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. ഇനിയും കഷ്ടം കൂടി വീണ് കിടക്കാണ്ട്. ഇത് പറയുന്നത് ഞങ്ങൾ അന്വേഷണം പറഞ്ഞത് ഇൻഷുറൻസിൻ്റെ എന്തോ ക്ലെയിം കിട്ടാണ്ടതാണ്. ഇതും ഇൻഷുറൻസുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഇത് 2nd ഫ്ലോറിൽ മുകളിൽ റൂഫായിട്ട് കിട്ടിയ സാധനമാണ്. ഇത് കോർപ്പറേഷൻ അനധികൃതമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിവരങ്ങൾ നൽകിയത് 5ഓ അതിലധികം തവണയോ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം. ഏതായാലും വലിയ അപകടമാണ് ഇപ്പോൾ ഒഴിവായത്.